ചൂടിന് ശമനമായി സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത പറയുന്നുണ്ട്. 10 ജില്ലകളിൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം. വ്യാഴാഴ്ച തെക്കൻ കേരളത്തിലാണ് മഴയ്ക്ക് സാധ്യത പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ 3 ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എന്നീ 4 ജില്ലകളിലാണ് വെള്ളിയാഴ്ച ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ഇടിമിന്നലിൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പൊതുവെ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആയതിനാൽ പകൽ 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം. പരമാവധി ശുദ്ധജലം കുടിക്കുക. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് കഴിവതും ഒഴിവാക്കുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ORS ലായനി, സംഭാരം തുടങ്ങിയവ ഉപയോഗിക്കുക. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയിടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമെല്ലാം സാധ്യത കൂടുതലാണ് ഈ സമയത്ത്. ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളവും ക്ലാസ് മുറികളിൽ വായുസഞ്ചാരവും ഉറപ്പാക്കേണ്ടതാണ്. പരീക്ഷാ കാലമായതിനാൽ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം. കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ഒക്കെ ചെയ്യേണ്ടതാണ് ഈ സമയത്ത്. കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുമ്പോൾ സ്കൂളുകൾ 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് കുട്ടികൾക്ക് നേരിട്ട് ചൂട് ഏൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അംഗനവാടി കുട്ടികൾക്ക് ചൂട് ഏൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കിടപ്പ് രോഗികൾ, പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, മറ്റു രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾ പകൽ 11 മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യതാപം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തണം. എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക. നമുക്കറിയാം, കേരളത്തിൽ പല കാലാവസ്ഥയാണ്. മഴക്കാലമുണ്ട്, മഞ്ഞുകാലമുണ്ട്, വേനൽക്കാലമുണ്ട്. അപ്പം ഈ ഓരോ കാലാവസ്ഥയിലും ഓരോ രീതിയിലുള്ള മുൻകരുതലുകളാണ് നാം സ്വീകരിക്കേണ്ടത്. ഇപ്പോ നല്ല ചൂട് സമയമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. പക്ഷെ എങ്കിലും കേരളത്തിൽ പൊതുവെ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ നല്ല ചൂടാണ്. ആ സമയത്ത് ഈ ചൂട് കൂടുതൽ വരുന്നത് കൊണ്ട് പല അപകടങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വെയിലത്ത് ഇറങ്ങി നടന്ന് നേരിട്ട് ശരീരത്തിലേക്ക് ചൂടേറ്റാൽ സൂര്യതാപം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ഈ സമയത്ത് ആരോഗ്യവും പ്രതിരോധ ശേഷിയും എല്ലാം കൃത്യമായി ശ്രദ്ധിക്കണം. ഈ സമയത്ത് കഴിക്കേണ്ട ഭക്ഷണങ്ങളും ധാരാളം വെള്ളം കുടിക്കാനും അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും അവഗണിക്കാതിരിക്കുക. എന്തായാലും അടുത്ത 2-3 ദിവസങ്ങളിൽ കേരളത്തിൽ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നിലവിലുള്ളത്. ഈ മഴ മുന്നറിയിപ്പിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും നടപടികളും എല്ലാം കൃത്യമായി ചെയ്യുക. എന്തായാലും കാലാവസ്ഥ എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. നമുക്ക് അതിനോട് ഇഴുകിച്ചേർന്ന് ജീവിച്ചേ മതിയാവുകയുള്ളൂ. കാലാവസ്ഥ മാറി പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും കാലാവസ്ഥയോട് ഇണങ്ങി ജീവിക്കാൻ കഴിവതും ശ്രമിക്കുക. എന്തായാലും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അവഗണിക്കാതിരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും എല്ലാം പ്രതികൂലമായി ബാധിക്കും. കാലാവസ്ഥ അപ്ഡേറ്റുകൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ച് മുന്നോട്ട് പോവുക.